അക്കരക്കാഴ്ചകൾ സീരിയൽ അവസാനിച്ചിട്ട് ഒരു 10 15 വർഷത്തോളമായെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആ കാലത്ത് നമ്മളെല്ലാം ആഘോഷപൂർവ്വം കണ്ടതാണ്, ഏറ്റവും അധികം സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം കണ്ടതാണ്. അപ്പോൾ ഈയിടയ്ക്ക് യൂട്യൂബിൽ എന്നോ ഒരിക്കൽ അക്കരക്കാഴ്ചകളുടെ എന്തോ ഒരു പോപ്പപ്പ് ചെയ്ത് വന്നു, അന്നേരം ഞാൻ കണ്ടു. പിന്നീട് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു എപ്പിസോഡ് കടന്നു വരും. അപ്പോൾ എല്ലാ ദിവസവും അത് കാണുമ്പം ഒന്ന് വീണ്ടും കാണുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ എത്രയോ നല്ലൊരു എപ്പിസോഡ്, എത്രയോ നല്ല നമ്മുടെ അമേരിക്കൻ ജീവിതത്തിലേക്ക് തുറന്നു വെച്ച നേരെ വെച്ച ഒരു കണ്ണാടി പോലെയാണ് എനിക്കത് തോന്നുന്നത്. അത് കാണുമ്പോൾ നമ്മളെ തന്നെയാണ് കാണുന്നത്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ മണ്ടത്തരങ്ങൾ, നമ്മുടെ വിഡ്ഢിത്തങ്ങൾ, നമ്മുടെ തമാശകൾ, നമ്മൾ കാണിക്കുന്ന ഓരോ ഗുരുത്തക്കേടുകൾ, ഇതെല്ലാമാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ അത് അന്നെടുത്ത ആ കാലത്ത് അത് എത്രയോ മനോഹരമായിരുന്നത്. അന്ന് നമ്മൾ ഇത്രയധികം ആസ്വദിച്ചോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും അന്ന് ഇത്രയ്ക്ക് പ്രചാരത്തിലില്ലായിരുന്നു. പക്ഷേ ഇന്നായിരുന്നെങ്കിൽ അത് അതിനേക്കാൾ വലിയ തോതിൽ പ്രചാരം നേടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നത്. എന്ന് മാത്രമല്ല, അതിലെ അഭിനേതാക്കളും അവരുടെ ഭാവവാഹാദികൾ അത് കാണുമ്പോൾ നമ്മുടെ ഒരു അമേരിക്കൻ മലയാളി എങ്ങനെയൊക്കെയാണോ അതൊക്കെ തന്നെയാണ് നമ്മളതിൽ കാണുന്നത്. അപ്പോൾ അതിൽ അഭിനയിച്ച ജോസൂട്ടി വലിയല്ലിങ്ങൽ, സജിനി, ഗ്രിഗറി പിന്നീടിപ്പം കേരളത്തിൽ പോയി വലിയ നടനായി. അങ്ങനെ ആളുകൾ അന്ന് അവർ ചെറുപ്പമായിരുന്നു, കാണാനുള്ള സൗകുമാര്യം കൂടുതലുള്ള ആ സമയം. എന്തായാലും അത് വീണ്ടും കാണുമ്പോഴും അത് ഇന്നലെ നടക്കുന്ന കാര്യം പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് കാലം മുമ്പെടുത്ത ഒരു സീരിയലായിട്ട് അത് തോന്നുന്നില്ല. അപ്പോൾ അത് നിർമ്മിച്ച കൈരളി TV-യുടെ ജോസ് കാടാപ്പുറം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അബി വർഗീസ്, അജയൻ വേണുഗോപാലൻ, അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു കാഴ്ചപ്പാടും സേവനവും നമ്മൾ ഒരിക്കലും മറന്നുകൂടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, പറ്റുമ്പോഴൊക്കെ ആളുകൾ ഏതെങ്കിലുമൊക്കെ ഓരോ എപ്പിസോഡൊന്ന് കാണണം ഇടയ്ക്കിടയ്ക്ക്. അത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് വരുന്ന ഒരു അവസരം ആയിട്ടാണ് എനിക്കത് തോന്നുന്നത്. അപ്പോൾ അത് ഈയിടയ്ക്ക് പല എപ്പിസോഡുകളും കണ്ടു. അത് കണ്ടപ്പോഴത്തേക്ക് ഓരോന്നും അന്നല്ല ഇത് സംഭവിക്കുന്നത്, ഇന്നലെ ഇത് സംഭവിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെച്ചം, എവർലാസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഇതുപോലെയൊരു സിറ്റ്കോം കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു എന്നാണ് ഈയിടയ്ക്ക് ചില TV-കാരൊക്കെ പറയുന്നത്. ഇതുപോലെ അത്രയും കാലം നീണ്ടു നിന്നതും അതുപോലെ തന്നെ ഇത്രയധികം ആളുകളെ ആകർഷിച്ചതും. പിന്നീട് അതങ്ങ് നിന്നു. അതിനുശേഷം പല രീതിയിലും പല ആളുകൾ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും അതൊന്നും കാര്യമായിട്ട് വിജയിച്ചില്ല. കാരണം ഇതിൻ്റെ ആ ഒറിജിനാലിറ്റി മറ്റാർക്കും അനുകരിക്കാൻ കഴിഞ്ഞില്ല. ഒറിജിനാലിറ്റി മാത്രമല്ല, അതിൻ്റെ എഫർട്ട്, അവർ ചിത്രീകരിച്ച സ്ഥലങ്ങൾ, ഓരോ സ്ഥലങ്ങളിലും പോയി ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അവരെടുത്തുവല്ലോ എന്ന് ഇന്ന് തോന്നും. പക്ഷേ ആ എടുത്തത് ഒട്ടും മോശമായില്ല. അത് എന്നും നമ്മൾ ആഘോഷപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാസൃഷ്ടി അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ഇന്നും ആസ്വദിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും നമുക്ക് അഭിവാദ്യം അർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ, കഴിയുന്നത്ര ആളുകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണുക. അപ്പോൾ ഒരു ഈസി ആയിട്ട് നമ്മുടെ ആ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒട്ടേറെ മാറിപ്പോകുന്നതിന് കാരണം ഇത് നമ്മളെ തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ മലയാളികളെ പറ്റി ഒരു സ്മോൾ കാഴ്ചകൾ എന്ന് പറഞ്ഞ് വേറൊരെണ്ണം കൂടെ തുടങ്ങേണ്ടതുണ്ട്. അതൊന്ന് സജസ്റ്റ് ചെയ്യുകയാണ്. അതായത് അമേരിക്കൻ മലയാളി പള്ളിയിൽ പോകുമ്പോഴൊഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും പാർക്കിംഗ് ലോട്ടിൽ സ്മോൾ കാണും, അല്ലാത്തടത്ത് കാണും. കല്യാണമായാലും മറ്റെന്ത് കാര്യമായാലും സ്മോൾ ഒരു അവിഭാജ്യ ഘടകമാണ് നമ്മുടെ എല്ലാവരുടെയും അമേരിക്കൻ ജീവിതത്തിൽ. അപ്പോൾ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി അതുമൂലം നശിക്കുന്നവരും നന്നാകുന്നവർ കള്ള് കച്ചവടക്കാർ നന്നാകുന്നുണ്ട്, കള്ള് കുടിക്കുന്നവർ അമിതമായിട്ട് കുടിക്കുന്നവരൊക്കെ നശിക്കുന്നുണ്ട്. അത് കുടുംബ ബന്ധങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ നല്ലൊരു ഒരു സീരീസ് തുടങ്ങാവുന്നതാണ്. അത് ആർക്കെങ്കിലും ഈ ഐഡിയ വെച്ചൊന്നും തുടങ്ങുന്നതിലും ഒരു തരക്കേടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അക്കരക്കാഴ്ചകൾ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം പങ്കുവെക്കുന്നു. കഴിയുന്നത്ര ആളുകൾ വീണ്ടും അത് കാണാൻ ശ്രമിക്കുക എന്ന ഒരു ഉപദേശവും നൽകുന്നു.